ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ധ്യാന വിഷയം ക്രിസ്തു അഭിഷിക്തൻ എന്നതാണ്. ആധാരമായിരിക്കുന്ന വേദഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 22 വരെ. യേശു തന്റെ സ്വന്തം സ്ഥലമായ നസ്രേത്ത് സന്ദർശിക്കുന്നതും അവിടെ ചെയ്ത വിപ്ലവാത്മക പ്രസംഗവുമാണ് ഇന്നത്തെ ധ്യാനം. നസ്രേത്തിൽ വെച്ച് നടത്തിയ യേശുവിന്റെ ഈ പ്രസംഗം ഒരു പ്രഖ്യാപനമാണ്. നസ്രേത്ത് മാനിഫെസ്റ്റോ എന്നാണ് ഈ പ്രഖ്യാപനം അറിയപ്പെടുന്നത്. സുവിശേഷം സകലർക്കും എന്നതിനൊരു മാർഗരേഖയാണ് ഈ പ്രഖ്യാപനം. ഗോസ്പൽ ഫോർ ഓൾ പീപ്പിൾ എന്നതാണ് ക്രിസ്തുവിന്റെ ദർശനം. നല്ല ദർശനമുള്ളവർക്ക് നല്ല മിഷനറിയാകാൻ കഴിയൂ. ശബ്ബത്തിൽ പതിവ് പോലെ യേശു പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചു. അനേക കാര്യങ്ങളൊന്നും പറയാതെ 2 വാക്യങ്ങൾ മാത്രമാണ് യേശു പറഞ്ഞത്. കാലാതീതമായി ഇന്നും മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന വാക്കുകൾ. യേശു താൻ വായിച്ച ഭാഗത്തെ തന്റെ ജീവിതത്തോട് ചേർത്ത് പിടിച്ചു. ജീവിതവും ശുശ്രൂഷയും എന്തെന്ന് വ്യക്തമായി അനാവരണം ചെയ്തിരിക്കുന്നു. യേശുവിന്റെ വിഷൻ ആൻഡ് മിഷൻ ഇതായിരുന്നു. ചൂഷിതർക്ക് വേണ്ടി നിലകൊണ്ട ആളാണ് ക്രിസ്തു. യേശു ഈ ലോകത്തിൽ വന്നതിന്റെ ഉദ്ദേശം ഇവിടെ പരാമർശിക്കുന്നു. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാനാണ് കർത്താവ് എന്നെ അയച്ചത്. തുടർന്ന് തന്റെ ദൗത്യത്തെ പറ്റി പറയുന്നു. അതുപോലെ ബദ്ധന്മാരെ വിടുവിപ്പാനും കുരുടന്മാർക്ക് കാഴ്ച നൽകുവാനും പീഡിതന്മാരെ വിടുവിപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനുമാണ് ഞാൻ ഭൂമിയിൽ വന്നത്. ആരാണ് ദരിദ്രൻ? സാമ്പത്തികം മാത്രമല്ല, സാമൂഹികമായി പിന്നാക്കം നിൽക്കുന്നവർ, മാനസിക ശാരീരിക പ്രയാസമുള്ളവർ, ഇവരെല്ലാം ഇതിൽ പെടുന്നു. എ ക്രോസ് സെക്ഷൻ ഓഫ് ദ മാർജിനലൈസ്. തള്ളപ്പെട്ടവർക്ക് വേണ്ടിയാണ് യേശു അഭിഷിക്തനായത്. തള്ളപ്പെട്ടവരുടെ വേദനയെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. ശബ്ദമില്ലാത്തവർക്ക് നാം ശബ്ദമാകണം. ദൈവരാജ്യത്തിൽ വേർതിരിവില്ലെന്ന് നാം മനസ്സിലാക്കണം. പത്മഭൂഷൺ മാർ ക്രിസോസ്റ്റം തിരുമേനി ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: വൈകല്യമുള്ളവരെ ഒരു സമൂഹത്തിന് അംഗീകരിക്കാനാവില്ലെങ്കിൽ അത് സമൂഹത്തിന്റെ വൈകല്യമാണ്. വൈകല്യം സമൂഹത്തിന് പ്രശ്നമല്ല, എന്നാൽ സമൂഹം വൈകല്യത്തിന് പ്രശ്നമാണ്. ഹാൻഡിക്യാപ്ഡ് ആർ നോട്ട് ദ പ്രോബ്ലം ഓഫ് ദ സൊസൈറ്റി, ബട്ട് സൊസൈറ്റി ഈസ് ദ പ്രോബ്ലം ഓഫ് ഹാൻഡിക്യാപ്ഡ്. നമുക്ക് ചുറ്റുമുള്ളവരെ തിരിച്ചറിഞ്ഞ് ആവശ്യത്തിലിരിക്കുന്നവർക്ക് അത്താണിയാകുന്ന സദ്വാർത്തയുടെ വാഹകരാകാൻ ഈ നോമ്പ് നമ്മെ രൂപാന്തരപ്പെടുത്തുമാറാകട്ടെ.